അലൈഹിസ്സലാത്തു വസ്സലാം മഹാനവറുകൾ സ്വന്തമായി മാർക്കം ചെയ്തത്, ചേലാകർമ്മം നടത്തിയത് 80-ാമത്തെ വയസ്സിലാണ്. ഹദീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കാണാം, 80-ാമത്തെ വയസ്സിലാണ് ചേലാകർമ്മം നടത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ഉലിത്തു മഖ്തൂന, ഞാൻ ജനിച്ചപ്പോൾ തന്നെ ചേലാകർമ്മം ചെയ്യപ്പെട്ട രൂപത്തിലാണ്. മറ്റൊരാൾ എന്റെ അവസ്ഥയിലേക്ക്, എന്റെ സ്വകാര്യതയിലേക്ക് നോക്കുന്നൊരവസ്ഥ അള്ളാഹു എനിക്കോ മറ്റൊരാൾക്കോ നൽകിയിട്ടില്ല. ആ ഒരു പരിശുദ്ധിയാണ് അള്ളാഹു എനിക്ക് തന്നിരിക്കുന്നത്. മാർക്കം സ്വന്തമായിട്ട് ചെയ്യുമ്പോഴും ഒരാൾ നോക്കണ്ടേ? ആ സ്വന്തമായി ചെയ്യുമ്പോഴും സഹോദരങ്ങളെ സ്വകാര്യതയിലേക്ക് നോക്കണം. പക്ഷേ നോക്കേണ്ട ഒരവസ്ഥ അള്ളാഹു എന്റെ ശരീരത്തിൽ എനിക്കോ മറ്റൊരാൾക്കോ തന്നിട്ടില്ല. എന്നാൽ ഭംഗിയുള്ള വസ്തുക്കൾ വല്ലതും എന്നെ പരിചരിക്കുന്ന ഉമ്മമാർക്ക് എന്റെ ശരീരത്തിൽ പൂശാനുണ്ടോ? ഇല്ല. വമക്ഹൂല, എന്റെ മുഖം നോക്കിയാൽ സുറുമയിട്ട മുഖമാണ്. അതെ, എന്റെ മുടി നോക്കിയാൽ എണ്ണ തേച്ച മുടിയാണ്. നല്ല സന്തോഷമുള്ള ശരീരമാണ്. എവിടെയും ഭംഗിക്ക് വേണ്ടി ഒന്നും പുരട്ടേണ്ടതില്ല, സുറുമ തേക്കേണ്ടതില്ല, എണ്ണ തേക്കേണ്ടതില്ല. ഭംഗി അല്ലാഹു നേരത്തെ തന്നെ തന്നു കഴിഞ്ഞു. എന്റെ ശരീരം എന്റെ മുഖം നോക്കുന്നവർ വീണ്ടും വീണ്ടും ആവർത്തിച്ചെന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. കണ്ണെടുക്കാതെ എന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ഉമ്മമാരും വരുന്ന ആളുകളുമൊക്കെ വീണ്ടും വീണ്ടും നോക്കുകയാണ്. അള്ളാഹു നൽകിയ പരിശുദ്ധി എത്രമാത്രം വലുതാണ്. മുലയൂട്ടാൻ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി ഹലീമ ബീവി റളിയല്ലാഹു അൻഹ വന്നപ്പോ ഹലീമ റളിയല്ലാഹു അൻഹ നോക്കുന്ന സമയത്ത് ഇനി ആകെ ഒരു കുട്ടി മാത്രമാണ് മക്കയിലുള്ളത്. ആ കുട്ടിയാണെങ്കിലോ യതീമാണ്. പക്ഷേ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്നുപോയി കണ്ടുവന്നപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ആ കുട്ടിയിൽ ഒരുപാട് മഹത്വം കാണുന്നുണ്ട്. അതൊരു സാധാരണ കുട്ടിയല്ല. കാഴ്ചയിൽ തന്നെ വല്ലാത്തൊരു വേറിട്ട സൗന്ദര്യം, വല്ലാത്തൊരു കമനീയമായ മുഖം, അതുല്യമായ ശരീരം. ഞാൻ ആ കുട്ടിയെ നോക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, നമുക്ക് ഈ കുട്ടിയെ ഏറ്റെടുത്താലോ? അബ്ദുൽ മുത്തലിബിനോടൊന്ന് സംസാരിക്കാം. അബ്ദുൽ മുത്തലിബ് മത്താഫിലാണ്. മത്താഫിലേക്ക് ഹലീമ റളിയല്ലാഹു അൻഹ ചെല്ലുന്നു. അബ്ദുൽ മുത്തലിബ് ചോദിക്കുന്നു, നിങ്ങളെ പേരെന്താണ്? എന്റെ പേര് ഹലീമ എന്നാണ്. നിങ്ങളെ കുടുംബം ഏതാണ്? എന്റെ കുടുംബം ബനൂ സഅദ് ഗോത്രമാണ്. എന്റെ കുട്ടിക്ക് വേണ്ട നല്ല 2 ലക്ഷണങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഹലീമ എന്ന് പറഞ്ഞാല് സഹനമുള്ള പെണ്ണ് എന്നാണ്. ബനൂ സഅദ് അല്ലേ ഗോത്രത്തിന്റെ പേരം? സഅദ് എന്ന വാക്കിന്റെ അർത്ഥം വിജയം എന്നല്ലേ? വിജയവും അതുപോലെ തന്നെ സഹനവും രണ്ടും വേണം എന്റെ കുട്ടിയെ സംരക്ഷിക്കുന്ന പെണ്ണിന്. അതുകൊണ്ട് എന്റെ കുട്ടിയെ നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങൾക്കായിരിക്കും അല്ലാഹു കണക്കാക്കി വെച്ചിരിക്കുന്നത്. ഹലീമ റളിയല്ലാഹു അൻഹ കുഞ്ഞിനെ ഒന്ന് എടുത്ത് മാറിലേക്കൊന്ന് ചേർത്ത് വെച്ചപ്പോൾ വലിയ അത്ഭുതം അനുഭവിച്ചു പോയി. അന്ന് വരെ ഒരൊറ്റ തുള്ളി പാല് പോലും വരാതെ ചപ്പിക്കടക്കുന്ന വലത്തെ ഭാഗത്തുള്ള സ്തനഭാഗം വികസിച്ച് തുടുത്തു വരുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തങ്ങൾക്ക് നൽകിയ പരിശുദ്ധിയാണ്. ആ ഭാഗത്തേക്കൊന്ന് കിടത്തിയിട്ട് ഹലീമ റളിയല്ലാഹു അൻഹ തങ്ങൾക്ക് പാല് കൊടുക്കുകയാണ്. എന്തേ ബഹുമാനം? മറ്റൊരാൾ കുടിച്ച പാല് കുടിക്കേണ്ട നേതാവല്ല ഇത്. ആരും കുടിക്കാത്ത പാലാണ് ഈ നേതാവ് കുടിക്കേണ്ടത്. ആരും കുടിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നാണ് കുടിക്കേണ്ടത്. ഇതൊരു സാധാരണ വ്യക്തിത്വമല്ല. ഹലീമ ബീവി റളിയല്ലാഹു അൻഹക്ക് അന്ന് വരെ കുഞ്ഞുങ്ങൾക്ക് പാല് നൽകിയത് ഇടത്തെ ഭാഗത്തുള്ള മുലയിൽ നിന്നാണ്. വലത്തെ ഭാഗത്തെ മുലയിൽ പാലില്ലാത്തത് ചപ്പിക്കിടക്കുകയാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എടുത്തങ്ങോട്ട് ചേർത്ത് വെച്ചപ്പോ
പാല് നിറഞ്ഞ് കവിഞ്ഞു വന്നു. തങ്ങൾ അതിൽ നിന്ന് മുലപ്പാല് കുടിച്ചു. സാധാരണ ഉമ്മമാരുടെ സ്വഭാവമാണ്, വലത്തെ ഭാഗത്തുള്ള പാല് കൊടുത്താൽ ഒന്ന് ഇടത്തെ ഭാഗത്തേക്ക് കിടത്തും. ഇടത്തെ ഭാഗത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെരിച്ചു കിടത്തിയപ്പോൾ തങ്ങൾ മുഖം ഇങ്ങോട്ട് തിരിച്ചു കളഞ്ഞു. കാരണം ആ പാല് കുടിക്കുന്നൊരു കുട്ടി അവിടെയുണ്ട്. ആ കുട്ടി കുടിച്ചു വെച്ച പാലിന്റെ ബാക്കിയും ഉണ്ട്. എനിക്കതിൽ നിന്നൊരു തുള്ളിയും വേണ്ട. മറ്റൊരാളുടെ വിഹിതത്തിൽ നിന്ന് ഒരു തുള്ളിയും സ്വീകരിക്കുന്ന ആളല്ല ഞാൻ. ഏറ്റവും വലിയ നീതിശാസ്ത്രമാണ് ജനങ്ങളെ പഠിപ്പിക്കുന്നത്. എനിക്കായി അള്ളാഹു നൽകിയ പാലില്ലേ, എനിക്കതു മാത്രം മതി. ഹലീമ റളിയല്ലാഹു അൻഹയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. വലിയ ബഹുമാനമുള്ള കുഞ്ഞാണ്. പുറത്തു പോയി നോക്കുമ്പോ കൂടെ കൊണ്ടുവന്ന ഒട്ടകം വളരെ ക്ഷീണിച്ച ഒട്ടകമാണ്. ആ ഒട്ടകത്തിന്റെ അകിടിൽ പാല് നിറഞ്ഞു നിൽക്കുന്നു. ഭർത്താവ് ഹലീമ ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് പറയുന്നു, ഒട്ടകത്തിന്റെ അകിട്ടിലേക്കൊന്ന് നോക്കൂ. നമ്മൾ അതിന്റെ പാലിന്റെ കറവ് നിർത്തിയിട്ട് എത്ര ദിവസമായി? ഇപ്പൊന്ന് നോക്കൂ, ആ ഒട്ടകത്തിന്റെ അകിട്ടിലേക്ക് നോക്കൂ. നിറഞ്ഞു നിൽക്കുന്ന പാലാണ്. ഹലീമ ബീവിക്കും കുടിക്കണ്ടേ? പാല് കൊടുക്കുന്ന പെണ്ണിൽ പാല് കുടിക്കാൻ കിട്ടണ്ടേ? പാല് കറന്നുകൊണ്ട് ഭാര്യയും ഭർത്താവും പാല് കുടിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റെടുത്ത് ആ ഒട്ടകത്തിന്റെ മുകളിൽ അങ്ങ് വെച്ചപ്പോൾ സുബ്ഹാനല്ലാഹ്, ക്ഷീണിച്ചുകൊണ്ട് എല്ലും തോലായി വളരെ അധികം വൈകി മാത്രം സഞ്ചരിക്കുന്ന ഒട്ടകം. ക്ഷീണം കൊണ്ട് അതിന് നടക്കാൻ വലിയ പ്രയാസമുണ്ട്, വലിയ ബുദ്ധിമുട്ടുണ്ട്. ആ ഒട്ടകം അതാ നല്ല സ്പീഡിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഏറ്റി കുതിക്കുകയാണ്. ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പ് മക്കയിൽ വന്ന് കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് നല്ല വാഹനങ്ങളിൽ ത്വായിഫിലേക്ക് പുറപ്പെട്ട സഹോദരിമാര്, ഉമ്മമാര്, അവരുടെ തൊട്ടടുത്ത് ഹലീമ റളിയല്ലാഹു അൻഹ വാഹനവും കൊണ്ട് എത്തിയപ്പോൾ അവർ ചോദിക്കുന്നു, ഹലീമ കുഞ്ഞിനെ കിട്ടിയോ? അതെ, കുഞ്ഞിനെ കിട്ടി. ഒരു പുതിയ ഒട്ടകം വാങ്ങിയിട്ടാണോ വരുന്നത്? പുതിയ ഒട്ടകം വാങ്ങിയതല്ല. ഈ ഒട്ടകത്തിന്റെ പുറത്ത് ചുമന്നിരിക്കുന്നതാരാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരീരമല്ലേ? തങ്ങൾ സഞ്ചരിക്കുന്ന വാഹനം അതൊരു സാധാ വാഹനമല്ല. ആ വാഹനത്തിന് അല്ലാഹു വലിയ പവർ നൽകിയിട്ടുണ്ട്, വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്, വലിയ ബഹുമാനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ബുറാഖ് എന്ന് പറയുന്ന വാഹനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറുന്നതിന്റെ മുമ്പ് മക്കയിലെ മതാഫിൽ വെച്ച് ഒന്ന് നാണം കാണിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ബുറാഖേ, നിന്റെ മുകളിൽ കയറാൻ പോകുന്നത് ആരാണെന്നറിയുമോ? ലോകത്തിതുവരെ ഇത്രയും വലിയൊരു നേതാവ് നിന്റെ മുകളിൽ കയറി യാത്ര ചെയ്തിട്ടില്ല. അതുകൊണ്ട് നാണം കാണിക്കരുത്, നേരെ ചൊവ്വേ നിന്നു കൊടുക്കണം നിന്റെ മുകളിലേക്ക് അങ്ങ് കയറാൻ വേണ്ടി. ബുറാഖ് സംസാരിക്കുന്നു ജിബ്രീൽ അലൈഹിസ്സലാമിനോട്, ഞാനിവിടെ നാണം കുണിഞ്ഞത് അല്ലാഹുവിന്റെ റസൂല് കയറുന്നതിന് എനിക്ക് ഭയമുണ്ടായിട്ടല്ല. അതെനിക്ക് വലിയ മഹത്വമാണ്, വലിയ പൊരുത്തമാണ്, സന്തോഷമാണ്. പക്ഷേ തങ്ങൾ എന്റെ ശരീരത്തിൽ കയറി യാത്ര ചെയ്യുന്നതിന്റെ മുമ്പ് എനിക്ക് തങ്ങളൊരു വിഷയം പറഞ്ഞു തരണം. ലിയളുമനലീ അയ്യശ്ഫഅലി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അവിടുന്ന് എനിക്ക് റെക്കമെൻഡ് ചെയ്യുമെന്ന്, ജാമ്യം നിൽക്കണം. എനിക്ക് ശഫാഅത്ത് ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ റസൂല് ജാമ്യം നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുറാഖിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബുറാഖേ, നിനക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യുമെന്നതിന് ജാമ്യം നിൽക്കുന്നു. ബുറാഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഒതുങ്ങിക്കൊടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ അതിന്റെ മുകളിൽ കയറി യാത്ര ചെയ്യുന്നു. എന്ത് സന്തോഷമുള്ള യാത്രയാണ്, എന്ത് സ്പീഡുള്ള വാഹനമാണ്. സഹോദരങ്ങളെ, അതിന് പ്രത്യേക ഇന്ധനം നിറക്കേണ്ടതുണ്ടോ?
രാത്രി സമയത്ത് ടോർച്ചടിച്ചു കൊടുക്കേണ്ടതുണ്ടോ? പ്രത്യേക ലൈറ്റിന്റെ സംവിധാനം വേണോ? നിശ്ചയിച്ച സ്ഥലങ്ങളിൽ ലാൻഡ് ചെയ്യുന്നില്ലേ? അവിടെ അള്ളാഹുവിന്റെ റസൂല് ഇറങ്ങിയിട്ടില്ലേ? അങ്ങനെ ആ യാത്ര നേരെ എത്തുന്നത് ബൈത്തുൽ മഖ്ദിസിലേക്കല്ലേ? വലിയ സ്വീകരണം ഏറ്റുവാങ്ങാനല്ലേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന് അല്ലാഹു നൽകിയ ബഹുമാനം ഒരു സാധാരണ ബഹുമാനമല്ല. റസൂലും മിൻ അൻഫുസികും, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളാണെങ്കിലും വലിയ മഹത്വമുള്ള റസൂലാണ്. ഒരു സാധാരണ മഹത്വമുള്ള റസൂലല്ല, മറ്റു മുർസലീങ്ങളെ പോലെയുള്ള റസൂലും അല്ല, വലിയ മഹത്വമുള്ള റസൂലാണ്. ആ മഹത്വങ്ങൾ മൊത്തം ലോകത്ത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അഖില്ലായ മൻ യുഹ്സി മദിഹ മുഹമ്മദി വഫീ മദ്ഹിഹി കുതുബും മിനല്ലാഹി തുഖ്റഊ. ഇമാം അഹ്മദ് ശൗഖി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചതുപോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകീർത്തനങ്ങൾ ഒന്ന് കണക്കാക്കി പറയാൻ ലോകത്താർക്കാ സഹോദരാ കഴിയുക? ലോകത്തൊരു മനുഷ്യനും അതിന് സാധിക്കുകയില്ല. കാരണം എന്തേ? വഫീ മദ്ഹിഹി കുതുബുൻ മിനല്ലാഹി തുഖ്റഊ. അവിടുത്തെ മദ്ഹ് ലോകത്ത് പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ കിതാബുകളായ കിതാബുകൾ മുഴുവനുമാണ്. ഖുർആൻ മാത്രമല്ല, ഇഞ്ചീലും പഠിപ്പിക്കുന്നുണ്ട്, സബൂറും പഠിപ്പിക്കുന്നുണ്ട്, തൗറാത്തും പഠിപ്പിക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിനോട് മക്കയിൽ വെച്ച് മഹാനവറുകളെ കണ്ടപ്പോ അബ്ദുല്ലാഹി ഇബ്നു സലാമേ, നിങ്ങൾ തൗറാത്ത് പഠിച്ച പണ്ഡിതനല്ലേ, എന്നെ പറ്റി തൗറാത്തിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അന്ന് മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, തങ്ങളെപ്പറ്റി തൗറാത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. ഖുർആനിൽ അല്ലാഹു വിശേഷിപ്പിച്ച ഇതേ വിശേഷണം തന്നെ തൗറാത്തിലും അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് ഷാഹിദാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അവിടുന്ന് സാക്ഷിയാണ്. സാക്ഷി വിസ്താരം നടക്കുന്നത് പാരത്രിക ലോകത്താണ്. വമുബശ്ശിറൻ വനദീറാ, എല്ലാ ജനങ്ങൾക്കും തങ്ങൾ സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. മുസ്ലിം സഹോദരന്മാർക്ക് മാത്രമല്ല, മുഴുവൻ മനുഷ്യന്മാർക്കും തങ്ങൾ ബഷീറാണ്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസി ബഷീറൻ വനദീറാ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അവിടുന്ന് ബഷീറും നദീറുമാണ്. എല്ലാവർക്കും തങ്ങൾ സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. അല്ലാഹുവെ അംഗീകരിച്ച് വിശ്വസിക്കുന്ന മനുഷ്യന് സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്ത അത് വിശ്വസിച്ച് വരുന്ന മുഴുവൻ ആളുകൾക്കുമുള്ളതാണ്. മുന്നറിയിപ്പ് എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. മുസ്ലിങ്ങൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, അല്ലാത്തവർക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷണം അള്ളാഹുവിന്റെ കിതാബുകളാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്ര വലിയ മഹത്വമാണ് സഹോദരങ്ങളെ അല്ലാഹു നൽകിയത്. ഒരൊറ്റ നബിക്കും നൽകാത്തൊരു മഹത്വം പറയട്ടെ. ലോകത്ത് നിങ്ങൾ നോക്ക്, മനുഷ്യ വിഭാഗത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല സത്യത്തിന് ഉപയോഗിച്ചത് ആരെയാണ്? സൃഷ്ടിജാലങ്ങളെ ഒരുപാട് അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. വശംസി വളുഹാഹാ വൽഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഗ്ശാഹാ. ആകാശവും ഭൂമിയും രാത്രിയും പകലും സൂര്യനും ചന്ദ്രനും വ്യത്യസ്ത സമയങ്ങളും അല്ലാഹു സത്യത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ മനുഷ്യ വിഭാഗത്തിൽ അല്ലാഹു സത്യത്തിന് ഉപയോഗിച്ചത് ഒരേ ഒരു വ്യക്തിത്വത്തെയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാത്രമാണ്. 1000 കൊല്ലം ജീവിച്ച മഹാനല്ലേ ആദം നബി അലൈഹിസ്സലാം. 1000-ലധികം വർഷം ജീവിച്ച മഹാനല്ലേ നൂഹ് നബി അലൈഹിസ്സലാം.
400 വർഷം ജീവിച്ച മഹാനല്ലേ ലൂത്ത് നബി അലൈഹിസ്സലാം. 200 വർഷം ജീവിച്ച മഹാനല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇവരാരുടെയും ജീവിതം അല്ലാഹു സത്യത്തിന് മുന്നോട്ട് വെച്ചില്ല. അല്ലാഹു സത്യത്തിന് മുന്നോട്ട് വെച്ച ഒരേ ഒരു ജീവിതം, ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ, തങ്ങളുടെ ആയുഷ്കാലം തന്നെയാണ് സത്യം. ലഅംറുക, തങ്ങളുടെ ആയുഷ്കാലം തന്നെയാണ് സത്യം. ആ 63 കൊല്ലവും അല്ലാഹു സത്യത്തിന് ഉപയോഗിച്ച ഒരു ജീവിതമാണ്. ആ ഒരു ജീവിതത്തിന്റെ പരിശുദ്ധി കണക്കാക്കാൻ അല്ലാഹുവിന്റെ സത്യവാചകം ഒന്ന് തന്നെ ധാരാളമാണ്. 40 ശേഷമുള്ള ജീവിതമല്ല, 63 വർഷം മൊത്തവും പരിശുദ്ധിയും പരിപാവനവും ബഹുമാനങ്ങളും നിറഞ്ഞതാണ്. ഒരിഞ്ച് കുറവില്ലാതെ 40 ശേഷം എന്തെല്ലാം ബഹുമതികളുണ്ട്, എന്തെല്ലാം ശ്രേഷ്ഠതകളുണ്ട്, മഹത്വങ്ങളുണ്ട്. കുട്ടിക്കാലത്ത് തന്നെ ആ മഹത്വങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ കാണാം. കുട്ടിക്കാലത്ത് കാണുന്ന മഹത്വങ്ങൾ ധാരാളമുണ്ട്. ഒന്ന് നോക്ക് നിങ്ങൾ, 40 ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ സാന്ത്വന പ്രവർത്തനം, അത് കുട്ടിക്കാലത്തുണ്ട്. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ച ഓരോ ദിവസവും പകല് സമയങ്ങളിൽ രോഗഗ്രസ്തരായ ആളുകൾ വീട്ടിന്റെ മുറ്റത്ത് ഒരുമിച്ച് കൂടും. വ്യത്യസ്ത രോഗമുള്ള ആളുകൾ, ശരീരത്തിന് പല ഭാഗത്തും വേദനയുള്ളവർ, ഒടിവ് വന്നവർ, ചതവ് വന്നവർ, പല രൂപത്തിലുള്ളവരുണ്ട്. പക്ഷേ ആ രോഗം ബാധിച്ച ആളുകളെ ശരീരത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചെറിയ കുട്ടിയാണ്. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ ഒന്ന് കയ്യിലെടുത്ത് ഒന്ന് കൊണ്ടുപോയി തങ്ങളൊന്നിങ്ങനെ കൈകൊണ്ടൊന്നിങ്ങനെ തൊടുമ്പോഴേക്ക് രോഗം മാറിപ്പോയി. 40 ശേഷമുള്ള ചരിത്രമല്ല പറയുന്നത്, കുട്ടിക്കാലത്ത് മാസം തികഴുമ്പോഴേക്ക്. വയസ്സായിട്ടില്ല, ഒരു വയസ്സായിട്ടില്ലതിന് മുമ്പ് തന്നെ അള്ളാഹു നൽകിയ ബഹുമാനം എത്ര വലുതാണ്. മഹദി പറയുന്നു, മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. രോഗം ബാധിച്ച ഒട്ടകങ്ങളെയും ആടുകളെയും കൊണ്ടുവരും. അവരുടെ ശരീരത്തിൽ മേലെ തങ്ങളൊന്നിങ്ങനെ തൊട്ട് ഒഴിയുമ്പോഴേക്ക് രോഗം മാറിക്കിട്ടുന്നു. നടക്കാൻ കഴിയാത്തത് നടന്നു മുന്നോട്ട് നീങ്ങുന്നു. വലിയ ബഹുമാനമല്ലേ അവിടുത്തെ കരസ്പർശത്തിന് അല്ലാഹു നൽകിയത്. 40 ശേഷവും ആ കരങ്ങളെ കൊണ്ട് ഒരുപാട് ബഹുമാനങ്ങൾ പലർക്കും നൽകിയിട്ടില്ലേ? ചെറുതല്ലല്ലോ, ഒന്നും ഒക്കെ വലിയ വലിയ ബഹുമാനങ്ങളാണ്. ഉമ്മു മഅബദ് ബീവി റളിയല്ലാഹു അൻഹക്ക് കിട്ടിയ ബഹുമാനം എത്ര വലുതാണ്. ഹിജ്റ പോകുന്ന സമയത്തല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, കുടിക്കാൻ എവിടുന്നെങ്കിലും അല്പം പാല് കിട്ടിയാൽ തിരക്കേടില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതാ അങ്ങകലെ ഒരു വീട് കാണുന്നുണ്ട്, ആ വീട്ടിലേക്കൊന്ന് പോയി നോക്കാം നമുക്ക് 2 പേർക്കും. വീട്ടിലേക്ക് പോയപ്പോ അവിടെ ഒരു പ്രായമുള്ള ഉമ്മയുണ്ട്. ആ ഉമ്മയുടെ പേരാണ് ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹാ. ആ ഉമ്മയുടെയും ഭർത്താവിന്റെയും ഒക്കെ ഇസ്ലാമിന്റെ വരവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിലെത്തിയത് ഒരു കാരണമായി. 2 പേരും ആ വീട്ടിലെത്തിയിട്ട് ചോദിക്കുന്നു, കുടിക്കാൻ വല്ല പാലും ഉണ്ടോ? ഉമ്മ പറയുന്നു, ആടുകളെയും ഒട്ടകങ്ങളെയൊക്കെ ഭർത്താവ് മേയ്ക്കാൻ കൊണ്ടുപോയി. ഇവിടെ നിങ്ങൾക്ക് പാല് തരാൻ ഏതെങ്കിലും ഒരു ആട് വേണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതാ കൂട്ടിലതാ ഒരു ആട് കിടക്കുന്നു. ഉമ്മ പറഞ്ഞു, കൂട്ടിലുള്ള ആടോ? അത് ഇന്നോ നാളെ എന്ന് പറഞ്ഞ ദിവസം വേണ്ടി കഴിയുന്നതാണ്. നടക്കാനും കഴിയില്ല, എഴുന്നേൽക്കാനും കഴിയില്ല, ക്ഷീണിച്ച് കിടക്കുകയാണ്. ഞങ്ങൾ ഇടക്കിടക്ക് വന്നു നോക്കും അത് മരിച്ചിട്ടുണ്ടോ, അത്രയും ക്ഷീണുണ്ടതിന്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിക്കുന്നു, ഉമ്മ ആ ആടിനെ ഒന്ന് കറന്നോട്ടെ. ഉമ്മ ഇങ്ങനെ നോക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ക്ഷീണിച്ച് അവശയായി കിടക്കുന്ന ആടിനെ കറക്കാനോ? ഉമ്മ പറഞ്ഞു, പാല് വല്ലതും കിട്ടുമെങ്കിൽ നിങ്ങൾ കറന്നോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൂട് തുറന്നിട്ട് തങ്ങൾ കൈ കൊണ്ടൊന്നിങ്ങനെ തടവിയപ്പോൾ ക്ഷീണം ബാധിച്ച് കിടക്കുന്ന ആട് എഴുന്നേറ്റ് നിന്നു. നടക്കാൻ കഴിയാത്തത് എഴുന്നേറ്റ് നിന്നു.
അതിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ ഒരു പുതിയ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ എല്ല് മാത്രം പുറത്തേക്ക് കണ്ടിരുന്ന ഭാഗത്തൊക്കെ ഇറച്ചി വന്ന് ആരോ ഫിറ്റ് ചെയ്ത് കൊടുത്തതുപോലെ നല്ല ശരീരമായത് തുടുത്തു നിൽക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞൊരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരൂ. അതേ കൂട്ടിൽ നിന്ന് ആ ആടിനെ പതുക്കെ ഒന്ന് പുറത്തേക്ക് ഇറക്കി. ഇപ്പതിന് നടക്കാൻ കഴിയും, അതേ എഴുന്നേൽക്കാൻ കഴിയും, എല്ലാ കഴിവും ഉണ്ട്. തങ്ങളൊന്നിങ്ങനെ തടവിയിട്ടേ ഉള്ളൂ. കം അബ്റഅത് വാസിബൻ ബില്ലംസി റാഹതുഹു വഅത്ലഖത് അരിബം മിർ റിബ്ഖതിൽ ലമമി. അവിടുത്തെ കരസ്പർശം കൊണ്ട് മോചനം കിട്ടിയത് എത്രയെത്ര പേർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു പാത്രം വെള്ളം കൊണ്ട് അതിന്റെ അകിട്ടിലേക്ക് തെളിക്കുകയാണ്. അകിട് മുഴുവനും വൃത്തിയാക്കിയിട്ട് തങ്ങളതാ അകിടിന്റെ ഭാഗത്തൊന്നിങ്ങനെ തൊട്ട് ഒഴിയുമ്പോഴേക്ക് എല്ലാ ഭാഗങ്ങളിലും പാല് നിറഞ്ഞു കവിയുകയാണ്. ഒരു പാത്രം നിറയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കറന്നെടുക്കുകയാണ്. തങ്ങളാണ് ആടിനെ കറക്കുന്നത്. നമുക്കതിൽ വലിയൊരു മാതൃകയുണ്ട്. ആടിനെ കറക്കുന്നത് സുന്നത്താണ് സഹോദരങ്ങളെ. ആടിനെ പോറ്റുന്നതും വളർത്തുന്നതും വലിയ സുന്നത്തുകളിൽപ്പെട്ട ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കറന്നെടുത്ത പാല്, ഒരു പാത്രം നിറയെ ഉള്ള പാല് സിദ്ദീഖ് തങ്ങളോട് പറയുന്നു, അതാ ഉമ്മാക്ക് കൊടുക്കൂ, അവര് കുടിക്കട്ടെ. രണ്ടാമതൊരു പാത്രം വേറെ വാങ്ങി വരൂ. രണ്ടാമത്തൊരു പാത്രത്തിലേക്കും തങ്ങൾ കറക്കുകയാണ്. ഒരൊറ്റ തുള്ളി പാലുമില്ലാതെ വറ്റി വരണ്ട് ഉണങ്ങിയ ശരീരമാണ്. ഇപ്പോഴതാ ശക്തമായി പാലങ്ങ് വരുന്നു. പാല് നിറയെ കറന്നെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് തങ്ങളും കുടിച്ചു. പാത്രം വീട്ടുകാർക്ക് കൊടുത്തിട്ട് തങ്ങളും സിദ്ദീഖ് തങ്ങളും മദീനയിലേക്ക് നടന്നു നീങ്ങി. ഉച്ചനേരമായപ്പോ ഭർത്താവ് വീട്ടിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു ഭാര്യയോട്, ഉമ്മു മഅബദ് ബീവിയോട് ചോദിക്കുന്നു, ആരാണ് ഇവിടെ ആടിനെ കെട്ടിയത്? ആരുടെ ആടാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? ഭർത്താവിനോട് ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹ പറയുന്നു, അത് നമ്മുടെ ആട് തന്നെയാണ്. അപ്പോഴാണ് അദ്ദേഹം കൂട്ടിലേക്ക് നോക്കുന്നത്. കൂട്ടിൽ ആടിനെ കാണുന്നില്ല. നമ്മുടെ ആടെങ്ങനെ നടന്നത്? അതെങ്ങനെ തടി വെച്ചത്? അകിടെങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്? ഉമ്മു മഅബദ് ബീവി റളിയല്ലാഹു അൻഹ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു, എണ്ണി പറഞ്ഞു. അപ്പോൾ ആ ഭർത്താവ് പറഞ്ഞു, എങ്കിൽ ഈ ആടിനെ കറന്നതും ഇവിടെ വന്നതും കൂട്ടത്തിൽ നിങ്ങൾ ആ പറഞ്ഞ ആടിനെ കറന്നു എന്ന് പറഞ്ഞ ആ ഒരു മഹാവ്യക്തിത്വമില്ലേ, അത് അള്ളാഹുവിന്റെ റസൂലായിരിക്കും. ഉമ്മു മഅബദ് ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് പറഞ്ഞു, മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സംഭവം പഴയകാലത്തെ ഗ്രന്ഥങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. പുരോഹിതന്മാര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ വഴിക്കായിരിക്കും ഹിജ്റ പോയിട്ടുണ്ടാവുക, അവരായിരിക്കും ഈ വീട്ടിലേക്ക് വന്നത്, ആടിനെ കറന്നത്. രൂപഭാവങ്ങളും ശരീരത്തിന്റെ വിഷയങ്ങളും വർണ്ണങ്ങളൊക്കെ ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു കൊടുത്തപ്പോ പറഞ്ഞു, അത് അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണ്, വേറെ ആരുമല്ല. പിന്നെ അവര് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ചു. സഹോദരങ്ങളെ, ഇന്നോ നാളെ എന്ന് പറഞ്ഞ് കണക്കാക്കിയ ആടില്ലേ, ആ ആട് അന്ത്യം കുറിക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 കൊല്ലം മദീനയിൽ താമസിച്ചപ്പോഴും ഈ ആടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 കൊല്ലവും ചില്ലറ മാസവും ഭരിച്ചില്ലേ, അപ്പോഴും ഈ ആടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലത്താണ് ആട് മരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരസ്പർശത്തിന്റെ ബറക്കത്ത് അതത്രമാത്രം പരിശുദ്ധി നിറഞ്ഞതാണ്. റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? അസീസുൻ അലൈഹി മാ അനിത്തും. നിങ്ങൾക്ക് പ്രയാസം വരുന്ന കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. നമ്മളോടുള്ള സ്നേഹമാണ് ആ പറയുന്നത്. ഉമ്മത്തിനോട് ഇത്രയധികം സ്നേഹമുള്ളൊരു നേതാവിനെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, വേറെ കാണാൻ കഴിയില്ല.
ഉമ്മത്തിന് വല്ല പ്രയാസം വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അസഹനീയമാണ്. അതുകൊണ്ടല്ലേ ഹദീസുകളെ കൂട്ടത്തിൽ ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി, ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് പ്രയാസം വരുമെന്നൊരു പേടി എനിക്കില്ലായിരുന്നുവെങ്കിൽ ഞാൻ അത് കൽപ്പിക്കുമായിരുന്നു, ഇത് കൽപ്പിക്കുമായിരുന്നു. കുറെ കാര്യം നിർബന്ധത്തിൽ നിന്ന് തങ്ങളങ്ങ് മാറ്റി നിർത്തിയത് നമ്മൾ പ്രയാസപ്പെടുന്നവരാകരുത് എന്ന് ചിന്തിച്ചിട്ടാണ്. വിശുദ്ധ റമളാനിലെ തറാവീഹ് നിസ്കാരം പോലും ആ നിലക്കല്ലേ തങ്ങൾ സ്വകാര്യമാക്കി വെച്ചത്. 3 ദിവസം പള്ളിയിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി. പിന്നെ തിരിച്ചു വന്ന് നിസ്കാരം തന്നെ നിസ്കാരം. 1-ാമത്തെ ദിവസം സ്വഹാബത്ത് കുറച്ചാളുകൾ അത് കണ്ട് നിസ്കരിച്ചു. 2-ാമത്തെ ദിവസം കുറച്ചുകൂടി ആളുകൾ കൂടി. 3-ന്റെ അന്നോ 4-ന്റെ അന്നോ ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറിയ തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വീട്ടിന്റെ ഉള്ളിൽ നിന്നു. പാതിരാത്രി വരെ സ്വഹാബത്ത് പള്ളിയിൽ ഒരുമിച്ചുകൂടി. ഇപ്പോൾ വരുമെന്നവർ പറയുന്നു. പലരും കൂറ്റനക്കുന്നു തങ്ങൾ പുറത്തു വരാൻ വേണ്ടി. ചെറിയ ശബ്ദത്തോടെ അവർ കൂറ്റനക്കുന്നു, തൊണ്ടേനയ്ക്ക് ശബ്ദമുണ്ടാക്കുന്നു. ആരും പുറത്തുനിന്ന് അല്ലാഹുവിന്റെ റസൂലിനെ ഉള്ളിലേക്ക് വിളിക്കൂല, അതൊരു ബഹുമാനക്കേടാണ്. എന്നാലും തങ്ങൾ വരണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. സുബ്ഹി നിസ്കാരത്തിന് വന്നപ്പോൾ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആവേശം ഞാൻ കണ്ടിട്ടുണ്ട്, ആളുകൾ തടിച്ചു കൂടിയതും മനസ്സിലായിട്ടുണ്ട്. ഖശീതു അൻ തുഫ്റള അലൈക്കും, നിങ്ങളെ ആവേശം കൊണ്ട് ഈ നിസ്കാരം ഫർളാക്കപ്പെടുമോ എന്ന് ഞാൻ പേടിച്ചുപോയി. ഫർളാക്കിയാൽ നിങ്ങൾക്കൊന്നും വരാനില്ല, പക്ഷേ നിങ്ങളെ ശേഷവും എന്റെ ഉമ്മത്തിൽ ഒരുപാട് ആളുകൾ വരാനുണ്ട്. അവർക്കിത് സഹിക്കാൻ പറ്റിയില്ലെങ്കിലോ, അവർക്കിത് കൊണ്ട് നടക്കാൻ പറ്റിയില്ലെങ്കിലോ തങ്ങളത് ലഘൂകരിച്ചു പോയി. നമ്മെ ആലോചിച്ചല്ലേ 9 പ്രാവശ്യം അല്ലാഹുവിലേക്ക് നടന്നിട്ട് 50 വക്തിന്റെ നിസ്കാരം, 50 വക്ത് നിസ്കാരം ചുരുക്കിയിട്ട് 5 വക്താക്കി തന്നത് നമ്മൾ ആലോചിച്ചാൽ മഹത്വങ്ങളൊന്നും കുറയാത്ത 50 വക്തിന്റെ മഹത്വമുള്ള നിസ്കാരം 5 അവസാനം അല്ലാഹു നിശ്ചയിച്ചില്ലേ? മുൻഗാമികൾക്ക് നിർബന്ധമായിരുന്ന പല നിർബന്ധങ്ങളും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഉമ്മത്തിനത് വേണ്ട, എന്റെ ഉമ്മത്തിനത് വേണ്ട എന്ന് പറഞ്ഞ് തങ്ങൾ തിരുത്തിക്കളഞ്ഞു. ധാരാളം വിഷയങ്ങൾ അങ്ങനെ മാറ്റിയിട്ടുണ്ട്. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് പ്രയാസം വരുന്നത് അല്ലാഹുവിന്റെ റസൂലിന് അസഹനീയമാണ്. ഉമ്മത്തിൽപ്പെട്ട ഒരു മെമ്പർ വിഷമിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, നമ്മളെ ഏറ്റവും സ്നേഹിച്ച നേതാവെന്ന നിലക്ക് നമ്മളെ ബാപ്പയെക്കാളും ഉമ്മയെക്കാളും സഹധർമ്മിണികളെക്കാളും ജീവിത പങ്കാളികളെക്കാളും മക്കളെക്കാളും സ്വത്തിനേക്കാളും വീടിനേക്കാളും ഏറ്റവും അധികം ഖൽബ് കൊണ്ട് സ്നേഹിക്കുകയും അനുധാവനത്തിന്റെ മാർഗങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സ്നേഹം സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ റസൂലിനോടാണ്. കാരണം ഇത്രയധികം ഉമ്മത്തിനെ സ്നേഹിച്ചൊരു നേതാവ്, ആ നേതാവിന് സ്നേഹം തിരിച്ചു കൊടുക്കേണ്ടതും ആ നേതാവിന് സ്നേഹം കാത്തു സൂക്ഷിക്കേണ്ടതും നമ്മുടെ ഈമാനിന്റെ ബാധ്യതയാണ്, ഈമാനിന്റെ ഭാഗമാണ്, ഈമാനിന്റെ പൂർണ്ണതക്ക് അനിവാര്യമാണ്. ശിക്ഷയിൽ നിന്ന് ഇളവ് നൽകിയെന്ന് മാത്രമല്ല, നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചൊരു കാര്യമുണ്ട്. വഫാത്തിന്റെ തൊട്ട് മുമ്പായിട്ട് അല്ലാഹുവിനോട് പറഞ്ഞൊരു വിഷയമുണ്ട്. ഉമ്മത്തിന്റെ വിഷയം പറഞ്ഞപ്പോ, ഉമ്മത്തിന്റെ വിഷയത്തിൽ തങ്ങൾ പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, എങ്കിൽ അല്ലാഹുവേ ലാ അർളാ, ഞാൻ തൃപ്തിപ്പെടുകയില്ല, ഹത്താ ലാ അർളാ എന്നെ വിശ്വസിച്ച ഒരു അനുയായി നരകത്തിൽ ബാക്കിയുള്ള കാലത്തോളം എനിക്ക് തൃപ്തിയാകൂല.
തെറ്റുകുറ്റങ്ങളുടെ പേരിൽ എന്നെ വിശ്വസിച്ചവരാരെങ്കിലും നരകത്തിൽ ബാക്കിയുണ്ടോ? അവരും നരകത്തിൽ നിന്ന് സ്വർഗത്തിൽ കടന്നിട്ടല്ലാതെ എന്റെ മനസ്സിൽ തൃപ്തി വരൂല. പൂർണ്ണ തൃപ്തി റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു നൽകുമെന്ന് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. തങ്ങൾക്ക് തരേണ്ട സ്ഥാനമാനങ്ങൾ, ബഹുമാനങ്ങൾ മുഴുവനും റബ്ബ് തരും. ഫതർലാ, എത്ര തരും? തൃപ്തിയാകുന്ന അത്രയും തരും. അപ്പൊ തങ്ങൾ പറഞ്ഞു, എനിക്ക് തൃപ്തിയാകണമെങ്കിൽ എന്റെ ഭാര്യമാര് സ്വർഗത്തിലെത്തിയാൽ പോരാ, എന്റെ മക്കള് സ്വർഗത്തിലെത്തിയാൽ പോരാ, എന്റെ സ്വഹാബിമാര് സ്വർഗത്തിലെത്തിയാൽ പോരാ. എന്നെ കണ്ടിട്ടില്ലാതെ എന്നെ വിശ്വസിച്ച എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു മെമ്പർ നരകത്തിലുണ്ടോ? എന്റെ മനസ്സിന് തൃപ്തിയാകൂല. ഇങ്ങനെ നമുക്ക് വേണ്ടി പറഞ്ഞൊരു നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. ഹരീസുൻ അലൈക്കും, ഓ മുഅ്മിനീങ്ങളെ, നമ്മളോട് അവിടുത്തേക്ക് വല്ലാത്ത താല്പര്യമാണ്. ആ താല്പര്യം കൊണ്ടാണ് നമ്മൾ സ്വർഗത്തിലെത്താൻ മറ്റു ഉമ്മത്തിലെ സമുദായങ്ങൾക്കൊന്നും അല്ലാഹു നൽകിയിട്ടില്ലാത്ത ഒരുപാട് സുഹൃതങ്ങൾ നമുക്ക് വെച്ച് നീട്ടി തന്നത്, ഒരുപാട് അവസരങ്ങൾ നമുക്ക് തന്നത്, പൂർവീകർക്ക് പലർക്കും കിട്ടാത്ത മഹത്വങ്ങൾ ഈ ഉമ്മത്തിന് എണ്ണി എണ്ണി വാങ്ങി തന്നത് ഹരീസുൻ അലൈക്കും, നമ്മളോടുള്ള വല്ലാത്ത താല്പര്യമാണ്. ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മളോട് അല്ലാഹുവിന്റെ റസൂല് കൽപ്പിച്ചിട്ടുള്ളൂ. ആരുടെ ബുദ്ധിക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത, ഏതെങ്കിലും സഹിക്കാൻ കഴിയാത്ത, ചിന്തിച്ചാൽ പിടുത്തം കിട്ടാത്ത കാര്യങ്ങൾ അവിടുന്ന് നമ്മളോട് കൽപ്പിച്ചിട്ടില്ല, ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും പറഞ്ഞിട്ടില്ല. നമ്മളോടുള്ള താല്പര്യം കൊണ്ടാണ്. ലം യംതഹിന്നാ ബിമാ തഅയല്ലുഖൂലു ബിഹി ഇർസൻ അലൈനാ ഫലം നർതബ് വലം നഹിമീ. അതുകൊണ്ട് നമ്മളോട് ഏറ്റവും വലിയ താല്പര്യം, നമ്മൾ സ്വർഗത്തിലെത്തണമെന്നുള്ള താല്പര്യം, നമ്മൾ ഏറ്റവും മുൻപന്തിയിലെത്തണമെന്നുള്ള താല്പര്യം. ലോകത്ത് കഴിഞ്ഞുപോയ ഉമ്മത്തിനേക്കാളും ആയുസ് നമുക്ക് കുറവാണെങ്കിലും നമ്മൾ അവരൊക്കെ മുൻപന്തിയിലെത്തണമെന്ന താല്പര്യം അല്ലാഹുവിന്റെ റസൂലിനാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. വിശ്വാസികളോട് വല്ലാത്ത വാത്സല്യമുള്ള നേതാവ്, അവരോട് വല്ലാത്ത കാരുണ്യമുള്ള നേതാവ്, മുഅ്മിനായ മനുഷ്യന് ഏറ്റവും വലിയ സ്നേഹം നൽകിയ നേതാവ്, ഒരു മുഅ്മിനിന് ഇത്ര ബഹുമാനം നൽകിയ നേതാവ് വേറെയുണ്ടോ? വിശ്വാസികളോട് ഇത്ര വാത്സല്യമുള്ളത് ആർക്കാണ്? ഈമാനുള്ള മനുഷ്യനാണോ? അവൻ ഏറ്റവും വലിയ ബഹുമാനം നൽകിയത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ടല്ലേ വിശ്വാസത്തിന്റെ പേരില് പഴയ കാലത്ത് വിശ്വാസമില്ലാതെ കലഹങ്ങളിൽ മാത്രം കഴിഞ്ഞിരുന്ന സമുദായത്തെ 10 വർഷത്തെ ജീവിതത്തിൽ മദീനയില് ചുരുങ്ങിയ കാലം കൊണ്ട് ഒരുപാട് ഗോത്രങ്ങളിൽ പഴയ കാലത്ത് 100ഉം 50ഉം 30ഉം 40ഉം വർഷങ്ങളിലായി കുടുംബ കലഹമായിരുന്നു. ഈമാനിന്റെ പേരിൽ അവരെ കോർത്തിണക്കിയിട്ട് തീരെ അസ്വാരസ്യങ്ങളില്ലാതെ, കലഹങ്ങളില്ലാതെ ഒരൊറ്റ മനസ്സുകൊണ്ട് അവരെ ഇണക്കിയെടുത്തത് ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. വിശ്വാസികൾ കലഹിക്കാൻ പാടില്ല, അവര് പിണങ്ങാൻ പാടില്ല, അവര് ശത്രുക്കളായി വർത്തിക്കാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പകയുള്ളവരാകാൻ പാടില്ല. അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുൻയാൻ. വിശ്വാസികൾ തമ്മിൽ ഒരു ബിൽഡിംഗ് പോലെ നല്ല സ്നേഹത്തോടെ കെട്ടുറപ്പോടെ ജീവിക്കണം. അത് അവിടുത്തെ താല്പര്യമാണ്. ആ നിലയ്ക്ക് വിശ്വാസികൾക്ക് റഅഫത്തും റഹ്മത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംഭാവനയാണ്. ഇങ്ങനെ സ്നേഹമുള്ളൊരു നേതാവിനെ നമ്മൾ അതിരറ്റ് സ്നേഹിക്കണം, നന്നായി വാഴ്ത്തണം, കൂടുതൽ കൂടുതൽ അനുഭവിച്ച് പഠിക്കണം, പഠന മാർഗങ്ങൾ തുടർന്നുകൊണ്ടിരിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ.